ഈശോയിൽ സ്നേഹമുള്ളവരെ, 50 നോമ്പിൻ്റെ രണ്ടാമത്തെ പകുതിയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈശോയുടെ പീഡാനുഭവ, കുരിശ്, മരണ, ഉത്ഥാനാനുഭവങ്ങളുടെ ആ ആഴം ഗ്രഹിക്കുവാനായി കുറേയും കൂടി യേശുവിനെ അടുത്ത് അനുധാവനം ചെയ്യുവാനും അനുകരിക്കുവാനും അനുഭവിക്കുവാനുമായി നാം ബദ്ധശ്രദ്ധരായിരിക്കുന്ന സമയമാണ് ഈ നോമ്പ് കാലത്തിൻ്റെ സമാപന ദിവസങ്ങൾ. ഏറെ സ്നേഹത്തോടുകൂടെ ഈ തിരുവചന സന്ദേശ വിചിന്തനത്തിന് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 7, 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. കൂടാരത്തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ ആ തിരുനാളിന് എല്ലാവരും പോകുവാനായിട്ട് ഒരുങ്ങി വരികയാണ്. പക്ഷേ ശിഷ്യന്മാർ ചോദിക്കുന്നു, നീ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈശോയുടെ ആ ആനുകാലിക സംഭവങ്ങൾ ഈശോയെ അതൊന്നും പിന്തിരിപ്പിക്കുന്ന രീതിയിലായിരുന്നു. കാരണം ഇത്രയും നാൾ സംസാരിക്കുകയും പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അവരെ തൻ്റെ ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അനുഭവം അവർ കൊടുത്തിട്ട് പോലും അവർ തന്നെ മനസ്സിലാക്കിയില്ല, തന്നെ വിശ്വസിച്ചില്ല, തൻ്റെ കൂടെ നിൽക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഈശോ ഒരുപാട് വേദനിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇത് ക്രിസ്തു വിശ്വാസിയുടെ ഒരു ചിരച്ഛേദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവൻ്റെ പ്രതീക്ഷകൾക്കൊക്കെ ഭംഗം നേരിടുമ്പോൾ സ്വാഭാവികമായും ഒരു തരത്തിൽ നിരാശ കടന്നു വരാൻ ഇടയുണ്ട്. പക്ഷേ ഈശോ അത് വളരെ ഭംഗിപൂർവ്വം തരണം ചെയ്യുകയാണ്. നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല എന്നുള്ള പറഞ്ഞുകൊണ്ട് അവരെ തിരുനാളിന് പറഞ്ഞയക്കുകയാണ്. പ്രിയമുള്ളവരെ, തിരുനാളിൻ്റെ മുഖ്യ വിഷയം അവിടെ നല്ല ദീപാലങ്കൃതമായ ദേവാലയവും അല്ലെങ്കിൽ അന്തരീക്ഷമൊക്കെ ഉണ്ടെങ്കിലും അവരുടെ മുഖ്യ വിഷയം എന്നുള്ളത് യേശു തന്നെയായിരുന്നു. ഇതിൽ പറയുന്നുണ്ട്, അനുകൂലിച്ചും പ്രതികൂലിച്ചും യേശുവിനെ വിമർശിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ ആണ് അവർ നിന്നിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണുക, അവരുടെ ആ വിമർശനങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും അത് നേരെ ചൊവ്വേ പ്രകടിപ്പിക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല. കാരണം എന്താ? കാരണം തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ തങ്ങൾക്ക് എന്ത് കിട്ടാനുള്ള പലതും നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു വേദന അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും അത് പുറത്തു പറയാൻ ഇടയായില്ല. പക്ഷേ പ്രിയമുള്ളവരെ, അങ്ങനെ പുറത്തു പറയാതിരുന്ന ഒരു വേദനയുടെ അനുഭവം ഉരുണ്ടുകൂടിയാണ് ഈശോയുടെ കുരിശ് മരണത്തിലേക്കും അല്ലെങ്കിൽ പീഡാനുഭവത്തിലേക്കും നയിക്കുന്നത് നമ്മൾ വ്യക്തമാക്കുകയാണ്. ഈ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ, 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന പലരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. പലപ്പോഴും നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച പലരും നമ്മുടെ ആ വേദന നിറഞ്ഞ അനുഭവങ്ങളിൽ നമ്മെ സഹായിക്കണമെന്നില്ല. നിരാശപ്പെടരുത്. കാരണം എന്താ? ഈശോ അത് പഠിപ്പിച്ചു തന്നു. ഈശോയുടെ ജീവിതത്തിൻ്റെ ആദ്യം നമുക്കറിയാം, ഈശോ പറയുന്ന വാക്ക് പിതാവിൻ്റെ കാര്യം വ്യാപൃതനാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 46-ാം വചനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ കാര്യം വ്യാപൃതം. ഇതാണ് ഈശോ ആദ്യമായിട്ട് തന്നെ പ്രകടിപ്പിക്കുന്നത്. ഇതിൻ്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ആ പിതാവിനെ വിളിച്ച് തന്നെയാണ് പറയുന്നത്, എൻ്റെ പിതാവെ, അങ്ങ് തൃക്കരങ്ങളിൽ എന്നെ ആത്മാവിനെ അർപ്പിക്കുന്നു. ഈ 2 ദർശനങ്ങളുടെയും ഉള്ളിലായിരുന്നു ഈശോയുടെ ജീവിതം. പ്രിയമുള്ളവരെ, നമുക്കൊരു വലിയ പാഠമാണ്. നമ്മൾ ഈ ലോകത്തിലുള്ള പലരും നമ്മെ സഹായിക്കും, സ്നേഹിക്കും, കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞവരൊക്കെ അവരവരുടെ സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ നമ്മെ അകന്നു പോകുമ്പോൾ ഈശോ നമ്മെ പഠിപ്പിച്ചത് പിതാവിനെ അള്ളിപ്പിടിക്കുക, പിതാവിനെ ചേർത്ത് നിർത്തുക. പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ കർത്താവിനെ അനുഭവിച്ചറിയുവിൻ. നാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, 34:8 പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവിനെ രുചിച്ചറിയുവിൻ. ഈ ഒരു വ്യക്തിപരമായ ബന്ധം കർത്താവുമായിട്ടും പിതാവായ ദൈവവുമായിട്ടും സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് ഈ നോമ്പ് കാലത്ത് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ അനുദിന ജീവിതം കുറേയും കൂടിയും ക്രമീകൃതമാകും. നാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴി നടക്കാനായിട്ട് പരിശ്രമിക്കണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്,
എന്നിൽ വസിക്കുന്നവനിൽ ഞാനും വസിക്കും. പ്രിയമുള്ളവരെ, നമ്മിൽ വസിക്കുന്ന ഈശോയുടെ സ്നേഹ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ടും ആ തിരുസാന്നിധ്യത്തിൻ്റെ സന്തോഷം മറ്റൊരുവരിൽ പങ്കുവയ്ക്കുവാനായിട്ടും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.